ബോയ്സിൻ്റെ സൈക്കോളജി ഫാക്ടിൻ്റെ പാർട്ട് 1 ഇട്ടപ്പോൾ തന്നെ 1 മില്യൺ വ്യൂസ് കഴിഞ്ഞ് ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് അപ്പ്. അതുകൊണ്ട് തന്നെ കുറേ റിക്വസ്റ്റ് ഇതുപോലെ തന്നെ പാർട്ട് 2. ഓക്കെ, ഫസ്റ്റ് തിങ്, മോസ്റ്റ് ബോയ്സ് ക്രൈ അറ്റ് നൈറ്റ്. നിങ്ങൾക്ക് ഇത് അറിയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ഗേൾസിന്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് നിന്ന് ഗേൾസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് നിന്ന് ഗേൾസിനോ നിങ്ങളുടെ ലാംഗ്വേജ് രാവിലെയൊക്കെ കളിച്ചിരിച്ച് നടക്കണമെന്ന് വിചാരിച്ചിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു 80% ചാൻസ് ഇസ് ദാറ്റ് ഹീ ക്രൈസ് അറ്റ് നൈറ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹീസ് സൂപ്പർ സാഡ്, ഹീ സൂപ്പർ ലോൺലി അറ്റ് നൈറ്റ്. അത് ആമ്പിളർക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു തരം ലോൺലിനെസ്, ആ ഒരു തരം വിഷമമാണ്. അത് പെമ്പിളർക്കില്ല എന്നെല്ലാം പറയണേ, ബട്ട് ആമ്പിളയുടെ വിഷമം ആമ്പിളർക്ക് അറിയുള്ളൂ. സെക്കൻഡ് തിങ്, സംഭവം ഞാൻ എപ്പോഴും പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവമാണെങ്കിലും ഈ ആമ്പിള്ളേർ നിൻ്റെ പുറകെ വരുന്ന, അല്ലെങ്കിൽ ഈ ഗേൾസിൻ്റെ പുറകെ വരുന്ന ലൈക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് പുറകെ കിടക്കണം. അതൊക്കെ അവർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ട്രിപ്പ് പാർട്ടിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. അവർക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തരാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് ആ ഒരു ടൈം തരാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. സോ അതിന് നിങ്ങൾ താഴത്ത് ലൈക്ക് വില കുറച്ച് കാണരുത്. അത് അതിനേക്കാൾ വിഷമം അവർക്ക് വേറെ ഒന്നും ഉണ്ടാക്കത്തില്ല. ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് സത്യമാണെന്ന് നോക്കി പറയാം സത്യാവസ്ഥ. നെക്സ്റ്റ് തിങ്, ഒരു ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ ഓർത്തിക്കുന്ന കാര്യം ഒരു പക്ഷേ നിങ്ങളുടെ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും. നിങ്ങൾ അവനോട് നന്മയായിട്ട് അല്ലെങ്കിൽ അത് കൊള്ളലോടാ ആടാ സീൻസ് ആയാലും എന്നൊക്കെ പറയണമായിരിക്കും അവൻ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കാൻ പോകണം. കാരണം അൺലൈക്ക് ഗേൾസിന് ലൈക്ക് അത്യാവശ്യം ലുക്കുള്ള ഗേളാണെങ്കിൽ ഓൾവേസ് കോംപ്ലിമെൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും ഫ്രം ദെയർ ഗേൾ ഫ്രണ്ട്സ്, പിന്നെ ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ ബോയ്സ്, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഒരു ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുമ്പ് ഏതിലൊരാൾ പറഞ്ഞ കോംപ്ലിമെൻറ്റ് ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാവും. അവൻ അതോർത്ത് പ്രിലിച്ചിരിക്കുന്നുണ്ടാവും. ഇറ്റ്സ് എ ഫാക്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഏതൊരു ലാംഗ്വേജിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റാക്കുക. ഓക്കെ, സോ ഇതിൻ്റെ പാർട്ട് 3 വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. ഓക്കെ.